friends, welcome back to Visit My Dream World. ഞാൻ നിങ്ങളുടെ ജിഷ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേപ്പർ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പം അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് പേപ്പർ ഫ്ലവർ എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ നോക്കാം. ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് 3 പീസാണ് ആവശ്യം. ഞാനിവിടെ 7x7 സെൻറ്റിമീറ്ററിലെ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് 4ആയിട്ട് മടക്കിയെടുക്കാം. അതിനുശേഷം 2 ഭാഗം മാത്രം കോണോട് കോൺ മടക്കിയെടുക്കുക. ഇനി ഇതുപോലെ ഇതളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് സൈഡ് കോൺ വരുന്ന ഭാഗത്തും ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഓരോ ഇതളും ഉള്ളിലോട്ട് മടക്ക് വരുന്ന രീതിയിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി കൊടുക്കാം. ഇതളുകൾ റെഡിയായി. ഇനി നമുക്ക് ആവശ്യം സെൻറ്റർ പോർഷനിലെ പൂമ്പടി പോലത്തെ ഭാഗമാണ്. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ 2ആയിട്ട് മടക്കിയതിന് ശേഷം ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അറ്റം വരെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ 1/4 ഭാഗത്തോളം മാത്രം കട്ട് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് സ്റ്റെമ്മാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 7 സെൻറ്റിമീറ്റർ വെട്ടും 30 സെൻറ്റിമീറ്റർ ലെങ്തുമുള്ള ഒരു പേപ്പർ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അതിനൊരു ഇറുക്കിലിയുടെ സഹായത്തോടെ ചുരുട്ടിയെടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് സെൻറ്റർ പോർഷനിലേക്കായിട്ടുള്ളത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ വെട്ടി വെച്ചിരിക്കുന്ന ഇതളുകൾ നമുക്ക് സ്റ്റെമ്മിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം.
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലകളാണ്. അതിലേക്കായിട്ട് ഞാനിവിടെ 4 സെൻറ്റിമീറ്റർ വിഡ്ത്തും 21 സെൻറ്റിമീറ്റർ ലെങ്ത്തുമുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഞാനിവിടെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ലീഫിനെ സ്റ്റെമ്മിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പേപ്പർ ഫ്ലവർ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പേപ്പർ ഫ്ലവർ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.